നമസ്കാരം. പുരാണം കഥകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായം വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സാമ്പത്തികമായ ഒരു വലിയ ഉയർച്ച. കടങ്ങളൊക്കെ തീർന്ന് കൈനിറയെ പണവുമായി സമാധാനത്തോടെ ജീവിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നമ്മൾ പണക്കാരാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നെത്തുന്നതിന് മുൻപ് പ്രകൃതി തന്നെ നമുക്ക് ചില സൂചനകൾ നൽകും. ഈ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കും. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അത്തരം 10 സൂചനകളെക്കുറിച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോളൂ, നിങ്ങൾ സമ്പന്നനാകാൻ പോവുകയാണ്. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അത് ആരോടും വിളിച്ചു പറയാൻ നിൽക്കരുത്. ഇത് രഹസ്യമാക്കി വെക്കണം. പരസ്യമാക്കിയാൽ അതിന്റെ ഫലം കിട്ടില്ല. കാരണം ഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും നിശബ്ദമായിട്ടാണ് വരുന്നത്. അത് കുട്ടിഘോഷിച്ചാൽ ദൃഷ്ടിദോഷം പറ്റാനും വന്ന ഭാഗ്യം പടിയിറങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിൽ മാത്രം വയ്ക്കുക, ദൈവത്തോട് നന്ദി പറയുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 10 ലക്ഷണങ്ങളെന്ന്. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വേട്ടാളൻ കൂടുകൂട്ടുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു വേട്ടാളൻ വന്ന് കൂടുകൂട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ ചിലപ്പോൾ അതിനെ നശിപ്പിച്ചു കളയാറാണ് പതിവ്. എന്നാൽ ഇനി അത് ചെയ്യരുത്. കാരണം വേട്ടാളൻ വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് ലക്ഷ്മി ദേവി ആ വീട്ടിൽ വാസം തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഉമ്മറത്തോ ഒക്കെയാണ് വേട്ടാളൻ വരുന്നത് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. വേട്ടാളൻ കൂടുകൂട്ടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് കൂടുവാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലും കുറേ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാകും ധനം വരുന്നത്. നിങ്ങളിൽ നന്മയുള്ളതുകൊണ്ടും ഈശ്വരവിശ്വാസം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇത്തരം ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഐശ്വര്യത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടാൽ സന്തോഷിക്കുക. രണ്ടാമത്തെ ലക്ഷണം വഴിയിൽ നിന്ന് നാണയം ലഭിക്കുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ വഴിയിൽ നിന്ന് ഒരു നാണയം ലഭിച്ചിട്ടുണ്ടോ? അത് 1 രൂപയാകാം, 5 രൂപയാകാം. തുക ഏതുമാകട്ടെ, അത് ഒരിക്കലും അവഗണിക്കരുത്. അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. ആരെങ്കിലും കളഞ്ഞുപോയ പൈസയാണല്ലോ എന്ന് കരുതി അതെടുക്കാതിരിക്കരുത്. അത് നിങ്ങളുടെ മുന്നിൽ പെട്ടത് ഒരു നിമിത്തമാണ്. ലക്ഷ്മി ദേവി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അങ്ങനെ പണം കിട്ടിയാൽ അത് ഉടനെ തന്നെ എടുത്ത് നെറ്റിയിൽ തൊട്ട് വന്നിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അത് കഴുകി വൃത്തിയാക്കി ഒരു ചുവന്ന പട്ടുതുണിയിലോ അല്ലെങ്കിൽ നല്ലൊരു പേപ്പറിലോ പൊതിഞ്ഞ് നിങ്ങളുടെ പൂജാമുറിയിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കുക. ഇത് ചെലവാക്കാൻ പാടില്ല. ഇത് സൂക്ഷിച്ചു വെക്കുന്നത് വഴി ധനാകർഷണം ഉണ്ടാകും. ആ നാണയം ഒരു കാന്തം പോലെ കൂടുതൽ പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും. മൂന്നാമത്തെ ലക്ഷണം കയ്യിൽ നിന്ന് പണം താഴെ വീഴുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. സാധാരണ കയ്യിൽ നിന്ന് പണം താഴെ വീണാൽ അയ്യോ പോയല്ലോ എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. എന്നാൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അറിയാതെ നാണയങ്ങളോ നോട്ടോ താഴെ വീഴുന്നത് ശുഭലക്ഷണമാണ്. ഇത് കാണിക്കുന്നത് പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ കവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണിത്. പണം വീഴുമ്പോൾ വിഷമിക്കാതെ അതൊരു നല്ല ലക്ഷണമായി കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. നാലാമത്തെ ലക്ഷണം കൈ ചൊറിയുന്നതാണ്. ഇത് പഴമക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമുണ്ട്. പുരുഷന്മാർക്ക് വലത് കൈപ്പത്തി ചൊറിയുന്നതാണ് ധനലാഭത്തിന്റെ ലക്ഷണം. സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈപ്പത്തി ചൊറിയുന്നതാണ് ഐശ്വര്യം. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, കൈ നിറയെ പണം വരാൻ പോവുകയാണ്. അത് ചിലപ്പോൾ കിട്ടാനുള്ള കടം തിരികെ കിട്ടുന്നതാകാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ ജോലിയിൽ ശമ്പള വർധനവ് ഉണ്ടാകുന്നതാകാം. ഏതു വഴിയിലൂടെയാണെങ്കിലും പണം വരും എന്നത് സത്യമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. അഞ്ചാമത്തെ ലക്ഷണം ശംഖനാദം കേൾക്കുന്നതാണ്. നിങ്ങൾ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ശംഖൂതുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് ക്ഷേത്രത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ TV-യിൽ നിന്നാകാം. എവിടെ നിന്നായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശംഖിന്റെ മംഗളകരമായ ശബ്ദം കേൾക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ശംഖ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സഹോദരനാണ് എന്നാണ് സങ്കല്പം. ശംഖനാദം കേൾക്കുന്നിടത്ത് ലക്ഷ്മി ദേവി ഓടിയെത്തും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ പോകുന്നുവെന്നും സാമ്പത്തികമായി വലിയൊരു ഉയർച്ചയുണ്ടാകാൻ പോകുന്നുവെന്നും ഈശ്വരൻ നൽകുന്ന സൂചനയാണിത്. ഇത് സ്ഥിരമായി കേൾക്കാൻ സാധിക്കുന്നത് പൂർവജന്മ പുണ്യമാണ്. ആറാമത്തെ ലക്ഷണം തുളസിച്ചെടി തഴച്ചു വളരുന്നതാണ്. തുളസി എന്ന് പറയുന്നത് വെറുമൊരു ചെടിയല്ല, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ രൂപമാണ്. നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിലോ അല്ലെങ്കിൽ മുറ്റത്തോ നിൽക്കുന്ന തുളസിച്ചെടി നനയ്ക്കാനും വളമിടാനും ഒക്കെ മറന്നാലും
താനെ തഴച്ചു വളരുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല പച്ചപ്പിച്ച് നിൽക്കുന്ന തുളസിച്ചെടി ആ വീട്ടിലെ ഐശ്വര്യത്തിന്റെ അളവുകോലാണ്. തുളസി ഉണങ്ങിപ്പോകുന്നത് ദോഷമാണ്. എന്നാൽ തുളസി നന്നായി തഴച്ചു വളരുന്നത് അവിടെ ലക്ഷ്മി വാസം ഉറപ്പിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. ആ വീട്ടിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. സാമ്പത്തികമായി ആ കുടുംബം വലിയ നിലയിലെത്തും. ഏഴാമത്തെ ലക്ഷണം വീടിന്റെ വൃത്തിയാണ്. ഇതൊരു ലക്ഷണത്തേക്കാൾ ഉപരി നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. ഏത് വീടാണോ അടിച്ചുവാരി തുടച്ച് എപ്പോഴും വൃത്തിയായി കിടക്കുന്നത്, ആ വീട്ടിലേക്ക് പണം ഒഴുകിയെത്തും. ലക്ഷ്മീദേവിക്കിഷ്ടം വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലങ്ങളാണ്. നേരെ മറിച്ച് മൂദേവിക്കിഷ്ടം വൃത്തികെട്ട സ്ഥലങ്ങളാണ്. നിങ്ങൾ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങിയാൽ തന്നെ മാറ്റം കണ്ടു തുടങ്ങും. ചില സമയങ്ങളിൽ വീട് വൃത്തിയാക്കാൻ നമുക്ക് വല്ലാത്തൊരു ഉത്സാഹം തോന്നും. അങ്ങനെ തോന്നുന്നത് തന്നെ നല്ല കാലം വരാൻ പോകുന്നതിന്റെ സൂചനയാണ്. വൃത്തിയില്ലാത്ത ഇടത്ത് ദാരിദ്ര്യം മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് വീട് എപ്പോഴും കണ്ണാടി പോലെ വെക്കാൻ ശ്രമിക്കുക. എട്ടാമത്തെ ലക്ഷണം ജേഡ് പ്ലാന്റ് അല്ലെങ്കിൽ ക്രാസുല ചെടി വളരുന്നതാണ്. ഇത് ധനാകർഷണത്തിന് പേരുകേട്ട ഒരു ചെടിയാണ്. വീടിന്റെ പ്രധാന വാതിലിന് മുൻപിലായി ഒരു ജേഡ് പ്ലാന്റ് വെച്ചുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചെടി അവിടെ ഇരുന്ന് നന്നായി തഴച്ചു വളരുകയാണെങ്കിൽ അത് കാണിക്കുന്നത് പണം നിങ്ങളെ തേടി വരുന്നു എന്നാണ്. ദൈവിക ശക്തിയെയും പണത്തെയും ഒരുപോലെ ആകർഷിക്കാൻ ഇതിന് കഴിവുണ്ട്. ഈ ചെടി ഉണങ്ങിപ്പോകാതെ നോക്കണം. ഇതിന്റെ ഇലകൾ എത്രത്തോളം പച്ചപ്പിച്ചു നിൽക്കുന്നുവോ അത്രത്തോളം സമ്പത്ത് നിങ്ങളുടെ വീട്ടിലുമുണ്ടാകും. ഇത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും. ഒമ്പതാമത്തെ ലക്ഷണം പൂച്ച പ്രസവിക്കുന്നതാണ്. പലരും പൂച്ചയെ അശുഭമായി കാണാറുണ്ട്. എന്നാൽ സത്യമതല്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു പൂച്ച പ്രസവിക്കുന്നത് മഹാഭാഗ്യമാണ്. പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ആ വീട്ടിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. പൂച്ച വീട്ടിൽ പ്രസവിച്ചാൽ ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനോ കളയാനോ പാടില്ല. അവരെ സംരക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ ഭാഗ്യത്തിന്റെ പെരുമഴയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ സംഭവിക്കും. ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമുണ്ടാവില്ല. പത്താമത്തെ ലക്ഷണം പല്ലികളെ കാണുന്നതാണ്. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരേ സ്ഥലത്ത് 3 പല്ലികളെ ഒരുമിച്ച് കാണാനിടയായാൽ അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ദർശനമായി കണക്കാക്കാം. ഈ 3 പല്ലികൾ ലക്ഷ്മി ദേവിയുടെ 3 ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്: ആദിലക്ഷ്മി, ധനലക്ഷ്മി, സൗഭാഗ്യലക്ഷ്മി. ഈ കാഴ്ച കണ്ടാൽ ഉടനെ തന്നെ കൈകൂപ്പി പ്രാർത്ഥിക്കണം. ആ വീട്ടിൽ ഐശ്വര്യവും ഭാഗ്യവും സമ്പത്തും കുമിഞ്ഞുകൂടും. അതുപോലെ ഒരു പല്ലി മറ്റൊരു പല്ലിയെ പിന്തുടരുന്നതായി കണ്ടാലും അത് നല്ല ലക്ഷണമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയെയാണ് അതും സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിക്കുക. നിങ്ങൾ സമ്പന്നനാകാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോവുകയാണ്. പക്ഷെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് കണ്ടാൽ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. ആരോടും പറയാൻ നിൽക്കരുത്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്ന രഹസ്യ സന്ദേശമാണിത്. അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്നും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.